എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ. ചങ്ങനാശ്ശേരി കുറുമ്പനാടൻ പൗവത്തിൽ PJ സക്രിയാസിന്റെ നിര്യാണം നാടിന്റെ ദുഃഖമായി മാറി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാനുമായ മാർ ജോസഫ് പൗവത്തിലിന്റെ സഹോദരനാണ് അന്തരിച്ച PJ സക്രിയാസ്. PJ സക്രിയാസിന്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അണമുറിയാതെ ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക രംഗങ്ങളിലെ നേതാക്കളെല്ലാം കറിയാച്ചന് അന്തിമോപചാരം അർപ്പിക്കുവാൻ കുറുമ്പനാടൻ പൗവത്തിൽ തറവാട്ടിൽ എത്തിയിരുന്നു. ആശ്വാസമേകിയ കർത്താവ്, ന്യായവിലെ വിധുവിന്റെ അടുത്തേക്ക് കടന്നുവന്ന ആശ്വാസം പകർന്ന കർത്താവ്, മർത്തായുടെയും മേരിയുടെയും കുടുംബത്തിലേക്ക് കടന്നുവന്ന ആശ്വാസമേകിയ കർത്താവ്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് കടന്നുവന്ന ആശ്വാസം പകർന്നിട്ട് അഭിമന്യ കത്തീസൽ പിതാവിനോടും ബഹുമാനപ്പെട്ട ദണ്ഡാവസ്ഥയോടും ഇവിടെ വന്ന എല്ലാ വൈദികരോടും, വിജയങ്ങളുടെ എല്ലാ വൈദികരോടും അഭിമന്യ മാർജോസഫ് പിതാവിന്റെ ആഗ്രഹപ്രകാരം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ സ്നേഹത്തിനും സാഹോദര്യത്തിനും എല്ലാം പ്രത്യേകമായി നന്ദിയും നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രാദേശിക വികസന സംരംഭങ്ങളിൽ ഹൃദയവിശാലതയോടെ സഹകരിച്ച കറിയാച്ചന്റെ വിയോഗം നാടിനുണ്ടാക്കിയത് തീരാ നഷ്ടമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ. കേരള PWD വകുപ്പിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന PJ സക്രിയാസ് കറിയാച്ചൻ എന്ന ഓമനപ്പേരിലാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. ഔദ്യോഗിക ജീവിതത്തിലും സ്വന്തം നാട്ടിലെ അരങ്ങുകളിലും ലളിത ജീവിതത്തിൻ്റെ സന്ദേശം നൽകിയ കറിയാച്ചൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വൻ ജനാവലി സാക്ഷിയായി. വിവിധ സഭകളിലെ മതമേലധ്യക്ഷന്മാർ, വൈദികർ തുടങ്ങിയവർ വസതിയിലെത്തി അനുസ്മരണ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചാട്ടേണം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവായ സുരേഷ്ഞായനെയും സെപ്റ്റംബർ 12 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പൗവത്തിൽ തറവാട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. കുറുമ്പനാടൻ അസംപ്ഷൻ പള്ളി വികാരി ഡോക്ടർ ജോസ് നിലവന്തറ ഇടവകയുടെ അനുശോചനം അറിയിച്ചു. സഹോദരൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വസതിയിലെ സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. കറിയാച്ചന്റെ അടുത്ത സുഹൃത്തായ ഫാദർ ജോസ് നീലത്തുമുക്കിൽ അനുസ്മരണ പ്രസംഗം നടത്തി. ജീവിച്ച കറിയാച്ചനേക്കാൾ ശക്തനാണ് മരിച്ച കറിയാച്ചൻ. ആ കറിയാച്ചൻ്റെ ഓർമ്മകൾ നമ്മെ നയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വെച്ച് ഓർക്കുവാനും ഓമനിക്കുവാനും നമുക്കിടയാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമല്ലട്ടെ. അപ്പോൾ ഇന്ന് പിതാവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്ക് കറിയാച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവിതം
ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വസതിയിലെ ശുശ്രൂഷകൾക്കു ശേഷം മൃതദേഹം വിലാപയാത്രയായി മാതൃ ഇടവകയായ അസംഷൻ പള്ളിയിലേക്ക് സംവഹിക്കപ്പെട്ടു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. മൃതദേഹം അസംഷൻ പള്ളിയിലേക്ക് എത്തിയപ്പോൾ വമ്പിച്ച ജനാവലി അവിടെയും എത്തിയിരുന്നു. ദൈവാലയത്തിലെ ശുശ്രൂഷകൾക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോർജ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മഹാമാതൃകയാണ് കറിയാച്ചൻ പകർന്നു നൽകിയതെന്ന് പ്രസംഗമധ്യേ മാർ കല്ലറങ്ങാട്ട് അനുസ്മരിച്ചു. നമുക്ക് പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട പ്രഭുത്തിൽ സക്കറിയാസാറിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ സമാപന മണിക്കൂറിൽ നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. അദ്ദേഹം തൻ്റെ കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സഭാ പ്രവർത്തനത്തിലും ഇടവകയോടുള്ള ബന്ധത്തിലുമെല്ലാം കണ്ടെത്തിയ ആ നല്ല മാതൃകകൾ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയും സക്കറിയാസാറിനെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനോഹരമായ രൂപം. എലിയ ശ്രീ അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമഹിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. ഹൃദയം തന്നെ ഹൃദയുടെ കൈപ്പെല്ലാം കരുണിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി വിളങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിടരും, മൃതരുടെ എഴുന്നേൽക്കും.
അടുത്തറിഞ്ഞവർക്കെല്ലാം വേദനയുടെ അനുഭവം പടർത്തിയായിരുന്നു കറിയാച്ചൻ്റെ ആകസ്മികമായ വിടവാങ്ങൽ. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ സൗഹൃദത്തിൻ്റെ നിത്യസ്മാരകങ്ങൾ നൽകിയാണ് അദ്ദേഹം വിട ചൊല്ലിയത്. നന്മ നിറഞ്ഞ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ സ്നേഹപ്രണാമങ്ങൾ. മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു ുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു,